വിരിഞ്ഞു നിൽക്കണ പൂമോളെ വെത്തുവരച്ചും വെള്ളം തേരി കറ്റമെതിക്കാൻ വരണുണ്ട് കറ്റമെതിക്കാൻ വരണുണ്ടേ ബാലേ ചാരുശീലേ പൂവമ്പനഞ്ചമ്പുമേതു നിൻ പൂമ്പട്ടു പാവാട ഞൊറിയഴിഞ്ഞു ഈ രാത്രി ഞാൻ നിന്റെ അരികിൽ പിടയുന്ന കടലായി തുടിക്കും പൂവമ്പനഞ്ചമ്പുമേതു നിൻ പൂമ്പട്ടു പാവാട ഞൊറിയഴിഞ്ഞു ഈ രാത്രി ഞാൻ നിന്റെ അരികിൽ പിടയുന്ന കടലായി തുടിക്കും മദനപ്പൂവേ മാരന്റെ മയിലേ മൈലാഞ്ചി ചോപ്പുള്ള മാതള കനിയേ ഹുസ്നുൽ ജമാൽ നിൻ പിൻപെയല്ലേ ബദറുൽ മുനീറല്ലേ ഞാൻ റങ്കുള്ള പെണ്ണല്ലേ രസിപ്പിച്ചാട്ടേ റംസാന്റെ മൊഞ്ചല്ലേ തിളങ്ങിക്കോട്ടെ റങ്കുള്ള പെണ്ണല്ലേ രസിപ്പിച്ചാട്ടേ റംസാന്റെ മൊഞ്ചല്ലേ തിളങ്ങിക്കോട്ടെ അന്തിമയങ്ങണ നേരമുദിക്കണ ചന്ദ്രനൊത്തൊരു പെണ്ണല്ലേ പത്തുകരക്കസ വിട്ടുമയക്കണ തട്ടമിടുന്നൊരു പെണ്ണല്ലേ മയ്യണി മുത്തു കണ്ണിണ കൊണ്ട് കറക്കി വളയ്ക്കണ കരളല്ലേ മദനപ്പൂവേ മാരന്റെ മയിലേ മൈലാഞ്ചി ചോപ്പുള്ള മാതള കനിയേ ഹുസ്നുൽ ജമാൽ നിൻ പിൻപെയല്ലേ ബദറുൽ മുനീറല്ലേ ഞാൻ മദനപ്പൂവേ മാരന്റെ മയിലേ മൈലാഞ്ചി ചോപ്പുള്ള മാതള കനിയേ ഹുസ്നുൽ ജമാൽ നിൻ പിൻപെയല്ലേ ബദറുൽ മുനീറല്ലേ ഞാൻ ഞാൻ യതീന്ദ്രൻ. നമ്മൾ തമ്മിൽ കണ്ടിട്ടുണ്ട് അല്ലേ? എവിടേക്കോ വെച്ച്, എപ്പോഴൊക്കെയോ. എനിക്ക് കൃത്യമായിട്ടൊന്നും ഓർക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഈ മുഖം അതെന്റെ മനസ്സിലുണ്ട്. ഓർമ്മ കിട്ടുന്നില്ലല്ലോ. സാരമില്ല, എപ്പോഴെങ്കിലും ഓർമ്മയിൽ വരും. വരാതെ പറ്റില്ലല്ലോ. തിരക്ക് പിടിച്ച ബോംബെയിലെ ഓരോ ദിവസങ്ങളിലും എത്രയെത്ര ആൾക്കാരെയാ നമ്മൾ കണ്ടുമറക്കുന്നത് അല്ലേ? ആ ആൾക്കൂട്ടത്തിൽ എവിടെയോ വെച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ച. ആ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. നമുക്കിനിയും കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവൻ കാപ്പി അല്ലേ? വരട്ടെ. ആ, ഇതങ്ങോട്ട് പിടിച്ചേ. എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ സമയമായി. ഇടിച്ചൂട്ട് പോലെ സാറൊന്നും തരട്ടെ. വേണ്ട വേണ്ട, നീ അവനെ ദുശീലങ്ങളൊന്നും പഠിപ്പിക്കണ്ട. ഒക്കെ ഉണ്ടായിരുന്നു. മദ്യം, പുകവലി, മുറുക്കാൻ എന്ന് വേണ്ട എല്ലാ ശീലങ്ങളും. പക്ഷേ ഗോപികൃഷ്ണ പരിചയപ്പെട്ടോടെ എൻ്റെ എല്ലാ ശീലങ്ങളും മാറി. അവൻ മാറ്റി. എന്റെ പെങ്ങളാ സുഭദ്ര. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെയാ. ചായ കാണാനപ്പോ കരുതി അകത്തെല്ലാരും നല്ല ഉറക്കമായിരിക്കുമെന്ന്. പിന്നെ ഉറക്കം. അമ്മയും നന്ദിനിക്കുട്ടിയും കൂടെ അടുക്കളയിൽ ഉപ്പേരി ഉറക്കുന്നതിന്റെ ബഹള. എന്നാലിത്ത് താമസിച്ച അമ്പലത്തിലോട്ട് പോണുള്ളൂ. എന്താ പോരെ? പേര് വന്നിട്ടും തിന്നാലോ. നീ വേഗം അമ്പലത്തിലോട്ട് ചെല്ലേ. നാളെ അഖണ്ഡ നാമയജ്ഞം നടത്തേണ്ട ദിവസാ. ഒരുപാട് ജോലിയില്ലേ നിനക്ക്? എന്തൊക്കെ യജ്ഞം നടത്തിയാലും ദേവി പൊറുക്കില്ല. അത്രയ്ക്ക് വലിയ അപരാധമല്ലേ ദേവിയോട് ചെയ്തത്? ഞാൻ ഇറങ്ങാം. ആ, മോനൊന്ന് നിന്നേ. കുറച്ചു ദിവസമായി മോനോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. എന്താച്ചാ? മോൻ എന്തിനാ വെറുതെ വാടകയ്ക്ക് താമസിക്കണത്? മടങ്ങിപ്പോണവരെ ഇവിടെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞൂടെ? അത് വേണ്ടച്ചാ. വന്നാലും പോയാലും എത്ര ദിവസത്തേക്കാ? അവന്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്തിട്ട് എനിക്ക് ഇവിടുന്ന് പോണ്ടേ? കുറച്ചു ദിവസമെങ്കിൽ കുറച്ചു ദിവസം മോൻ ഞങ്ങളോടൊപ്പം നിൽക്കില്ലേ? ഞങ്ങളുടെ ഗോപികൃഷ്ണനെ പോലെ.
നിൽക്കില്ലേ? ഹായ്. ഹായ് ദീപ, നമുക്ക് പോകാം ദീപ. ഏയ്. ഹായ് ഡാർലിംഗ്. ഹലോ, ഇനി നമുക്ക് പോവാം. പ്ലീസ് ബൈ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാം ബൈ, പ്ലീസ്. 2 साल पहले मुझे तुमसे प्यार था, मुझे पिंट भाई 100 साल भाई पहले. എന്നെ കിടത്തി ഉറക്കി മെല്ലെ മണിപ്പാലങ്ക് കവിൾ തടങ്ങൾ ഉള്ളിൽ മുഖലും ശലഭമായി ഞാൻ അണിഞ്ഞൊരുങ്ങി വരണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ ചേട്ടൻ ഇത്രയും വൈകിയത്. എടാ ഉത്തമ, നീ വഹിച്ചു കളഞ്ഞല്ലോടാ. Excuse me brother. 100 साल पहले भाई പ്രസിഡന്റ്. അശ്രീയർ, ഒരു നല്ല കാര്യത്തിന് രണ്ടാമതും പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണോ പുറകെ വിളിക്കുന്നത്? വൃത്തികെട്ടവൻ. അതൊക്കെ ഇരിക്കട്ടെ, ആ ടെറസിലിരിക്കുന്ന കോളാമ്പി എന്തിനാ? അതെ, ഇങ്ങനെ വെറ്റിലയില് ചുണ്ണാമ്പും തേച്ച് പാർക്കും പോലും കൂടെ വായിലിട്ട് കടിച്ചു പറിച്ച് നിന്റെ അച്ഛൻ കുട്ടികൃഷ്ണൻ കുളുകുളാന്ന് തുപ്പുന്ന കോളാമ്പി അല്ലത്. അതെയോ? കളിയാക്കണ്ട കേട്ടോ. ഈ കാണുന്നൊക്കെ എന്തിനാണെന്ന് എനിക്കും അറിയാം. ഓഹോ, ഇതിലും വലുത് ഏതാണ്ടൊക്കെ ബോംബെന്ന് വരാൻ പോകുന്ന കാര്യവും എനിക്കറിയാം. ബോംബെന്നോ? അതെന്തോന്നു? ഒക്കെ കണ്ടോണം, ചെലവുള്ള കാര്യങ്ങളാ. നേരത്തെ പറഞ്ഞേക്കാം. എന്താണെന്ന് വെച്ചാ പറ പെണ്ണെ, ടെൻഷൻ എടുപ്പിക്കാതെ. അച്ഛനെ എതിർത്തതാ, ഞാനാ നിർബന്ധിച്ചത്. എന്തോന്ന്? നിങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് ഡിഷോ ഡാഷോ ബൂസ്റ്റോ ബോംബെന്ന് കൊണ്ടുവരാൻ പോണോന്ന്. ആര്? യതീന്ദ്രൻ, അല്ലാതാരാ? ഓഹോ, ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രാ എതിർത്തിട്ടും അച്ഛൻ സമ്മതിച്ചത്. ആർക്കു വേണ്ടിയാ? നീ എന്തൊക്കെയാ പറയുന്നത്? അയാൾ ഇവിടെ വന്നിരുന്നു, കൊറേ വീമ്പടിച്ചിട്ടാ പോയത്. അതൊക്കെ നീ അങ്ങ് വിശ്വസിച്ചോ? അയാളുടെ രൂപവും ഭാവവും സത്യം പറയാലോ, എനിക്ക് അയാളെ തീരെ പിടിച്ചില്ല. ആരാ എന്താ എന്നൊന്നും അറിയാതെ ഇവരെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന രീതിയൊന്നും അത്ര ശരിയല്ല. എന്തായി പറയുന്നേ? നമ്മുടെ ഗോപിയേട്ടന്റെ... ഞാൻ വെറുതെ പറഞ്ഞല്ലേ നന്ദിനിയും. എന്നാലും എന്റെ ഗോപിയേട്ടന്റെ കൂട്ടുകാരനല്ലേ സുധി? അങ്ങനെയൊന്നും ഞാൻ കരുതിയില്ലല്ലോ. ഇനി എന്റെ കിടാവ് ഒന്ന് അമറിക്ക്, ഒന്ന് ചിരിച്ചേ. അമറലും ചീറ്റലും ഒക്കെ ഇവിടം വരെ ആയല്ലേ? ഞാൻ പ്രതാപനൊന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിന്? എനിക്കങ്ങനെ ആരും കാണണ്ട. അല്ല, ഇതെന്താ പ്രതാപ? പിന്നെ കുട്ടികൃഷ്ണൻ ആ മാൻ പലതും പറയും എന്ന് വെച്ച് ചെമ്പകശ്ശേരി തറവാടി കയറി കൂടിയിരിക്കാമെന്നും കരുതണ്ട. ചോദിക്കാനും പറയാനൊക്കെ ആണുങ്ങളുണ്ട് ഇവിടെ. ഇതെന്താ പ്രതാപ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണമെന്നാ? കാണാൻ കൊള്ളാവുന്ന കല്യാണപ്രായമായ പെമ്പിള്ളേരുടെ വീടല്ലേ, താമസിക്കാൻ നല്ല രസം അല്ലേ? അതെ, ആ കാര്യം പറയാനാ ഞാൻ പ്രതാപനെ അന്വേഷിച്ചു. ഗോപികൃഷ്ണന്റെ പെങ്ങൾ എന്റെയും പെങ്ങളല്ലേ? നന്ദിനിക്കുട്ടിയെ പ്രതാപന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ഗോപികൃഷ്ണൻ എപ്പോഴും എന്നോട് പറയായിരുന്നു. അതിന് ഈ ഗോപികൃഷ്ണൻ എന്റെ മച്ചമ്പി ഇപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ. ഇനി ഇപ്പൊ അയാൾ കുഴിയിൽ എഴുന്നേറ്റ് വന്നാലും ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യം വല്ല ആണോ? ഏയ്, ഇതൊക്കെ പ്രതാപന്റെ വെറും തോന്നലാ. ഗോപികൃഷ്ണന്റെ ആഗ്രഹങ്ങളൊന്നും ഞാൻ ബാക്കി വെക്കില്ല. പ്രതാപ, നിങ്ങളുടെ വിവാഹം നടത്തിയിട്ടേ ഞാൻ തിരിച്ചു പോകും. എന്താ, വിശ്വാസം വരുന്നില്ലേ? ജീപ്പ് മരിച്ചു. വെള്ളം നശിപ്പിച്ചല്ലോ അല്ലേ? തുറക്ക്. മനുഷ്യന് കുടിക്കാനുള്ള വെള്ളം എടുത്താണ് വണ്ടിയിൽ വെക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലൊന്നും വണ്ടി ഓടുകയില്ല. ഇന്ധനം വേണം. ഇംഗ്ലീഷിൽ ഡീസൽ എന്ന് പറയും. ഓ, ഡീസന്റായി ഡീസൽ അടിക്കാൻ നിന്റെ വാപ്പ വീരാങ്കോയ എന്തിനാ ഇത്ര മടി കാണിക്കുന്നത്? വാദിയെയും പ്രതിയെയും ഞെക്കി പിഴിയുന്നത് യാതൊരു മടിയില്ലല്ലോ. കേസില്ല വക്കീലായിട്ട് പോലും. ഓ, ഇന്നലെ 1 ലിറ്റർ അടിച്ച് നാട് നീളെ ചെത്താൻ നടന്നപ്പോ ഓർക്കണമായിരുന്നു ഇന്ധനം തീരുമെന്ന്. നീ ആ ഡീസൽ മുഴുവൻ തീർത്ത് ഓരോ തുള്ളിക്ക് ഇവനെ ഉത്തരവാദി. സുഹൃത്തെ, നീ എന്താ